സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ? എങ്കിലൊട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്കിതാ സുവർണാവസരം. ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് SSLC+2 കരസ്ഥമാക്കാം. അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ നമുക്ക് ഷോർട്ട് ആൻസർ, വെരി ഷോർട്ട് ആൻസർ, എസ്എ ടൈപ്പ് ചോദ്യങ്ങൾ ഇനി നോക്കാനുള്ളത്. നോക്കിക്കേ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ഓൾറെഡി നമുക്ക് അറിയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത അതിൻ്റെ ഓർക്കോസ്റ്റായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? വാട്ട് ഈസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ? നമുക്കറിയാം കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളത് അറിയുന്നതാണ് അല്ലേ. 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണത്തിന് നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 19ാമത്തെ ചോദ്യം നോക്കിയേ. ദീപാൻഷു വാസ് ടീച്ചിങ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ടു ഹിസ് ഫ്രണ്ട് രാഹുൽ. അല്ലേ, രാഹുലിനെ പഠിപ്പിക്കുകയാണ് അല്ലേ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിപ്പിക്കുകയാണ്. ഹി ആസ്ക്ഡ് അബൌട്ട് ദ പാർട്ട് ഓർ യൂണിറ്റ് ഓഫ് ദ CPU. CPUവിൻ്റെ പാർട്ട് അല്ലെങ്കിൽ യൂണിറ്റ് ഒക്കെ ചോദിക്കുകയാണ്, സംശയമുള്ളത് ചോദിക്കുകയാണ്. ആഫ്റ്റർ സ്റ്റേറ്റിംഗ് ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ഹെൽപ്പ് രാഹുൽ ടു നെയിം ദ പാർട്ട് ഓർ യൂണിറ്റ് ഓഫ് CPU. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ്? വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ലോജിക് ആൻഡ് കമ്പാരിസൺ. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നത്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഏത് പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മാത്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്? ALU ആണ് അല്ലേ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. ഏത് ഈ കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യുന്നത്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്നത്. സോ എയുടെ ആൻസർ ALU ആണ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. വിച്ച് ടേക്സ് കെയർ ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിംഗ് ഓഫ് ഓൾ ഓപ്പറേഷൻസ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നത് ഏത് പാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കൺട്രോൾ യൂണിറ്റ് ആണ് അല്ലേ. കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത്? നമ്മുടെ കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഓൾ ഓപ്പറേഷൻസ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ എല്ലാ ഓപ്പറേഷൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത് CU ആണ് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. നോക്കിക്കേ. റൈറ്റ് ദ നെയിംസ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. അറിയാവുന്നതല്ലേ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഡിവൈസ് അല്ലേ. അവിടെ നിന്ന് റിസൾട്ട് കിട്ടുന്നതിന് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, മൈക്രോഫോണ്, ട്രാക്ക് ബോൾ, ടച്ച് സ്ക്രീന്, സ്കാനർ, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ അല്ലേ. ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ അതറിയാവുന്ന സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം എനി 3 ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതും അറിയാവുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്? C ഉണ്ട്, C++ ഉണ്ട്, കൊബോൾ ഉണ്ട്, ഫോർട്രാൻ ഉണ്ട്, ബേസിക് ഉണ്ട് അല്ലേ. ഇതെല്ലാം ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അടുത്തത് 3 ആപ്ലിക്കേഷൻസ് ഓഫ് മെയിൽ മെർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അതായത് നമ്മൾ മെയിൽ മെർജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്രിയേറ്റ് പേഴ്സണലൈസ്ഡ് മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഫോർ ഡോക്യുമെൻറ്റ് അല്ലേ. ഇതിന് വേണ്ടിയിട്ടാണ് മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് അല്ലേ ചോദിച്ചത്. 3 ആപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ? 1 മാർക്കറ്റിംഗ് ഇമെയിൽസ്, എൻവലപ്പ്, മെയിലിംഗ് ലേബിൾസ്, ന്യൂസ് ലെറ്റേഴ്സ്, കസ്റ്റം കാറ്റലോഗ്സ്, ഫോം ലെറ്റേഴ്സ് ആൻഡ് മോർ. ഇതൊക്കെ എന്തിനാണ്? ഇതെല്ലാം നമ്മുടെ മെയിൽ മെർജിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്ത 22ാമത്തെ ചോദ്യമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ് ഇൻ മെയിൽ മെർജ്. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഏതൊക്കെയാണ്? മെയിൻ ഡോക്യുമെൻ്റ് ഉണ്ട്, ഡേറ്റാ സോഴ്സ് ഉണ്ട്, മെർജ് ഡോക്യുമെൻ്റ് ഉണ്ട് അല്ലേ. അത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ കൂടെ പഠിച്ചു വെക്കാം. അടുത്താണ് എക്സ്പാൻഡ് ദ ഫോളോയിങ്. ഏതൊക്കെയാണ്? FTP ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. ഏത്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അല്ലേ. ദെൻ അടുത്തത് HTML എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ. SMTP എന്താ? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. POP എന്താണ്?
പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. WWW എന്താ? വേൾഡ് വൈഡ് വെബ്. ഓക്കെ, അറിയാമെന്നല്ലേ. അടുത്ത 24ാമത്തെ ചോദ്യം നോക്കി. വാട്ട് ഈസ് എ വെബ് ബ്രൗസർ? എന്താണ് ഒരു വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണല്ലേ. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? വേൾഡ് വൈഡ് വെബിൽ നിന്ന് ഡേറ്റാസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെബ് ബ്രൗസർ. അറിയാവുന്ന കാര്യമാണ്. എക്സാമ്പിൾസ് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഒന്ന്, നിങ്ങൾ സാധാരണ രീതി യൂസ് ചെയ്യുന്ന ഗൂഗിൾ ക്രോം അല്ലേ, മോസില്ല ഫയർഫോക്സ്, ഇതൊക്കെ അല്ല, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഇതൊക്കെ എന്താണ്? വെബ് ബ്രൗസറിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഓക്കെ, അടുത്ത് നമുക്ക് അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ സെർച്ച് എഞ്ചിൻ? എന്താണ് സെർച്ച് എഞ്ചിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെൻഷൻ 2 അവൈലബിൾ സെർച്ച് എഞ്ചിൻസ് അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ്. ഓക്കെ, സെർച്ച് എഞ്ചിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് സെർച്ച് എഞ്ചിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? സെർച്ച് എഞ്ചിൻ ഈസ് എ പ്രോഗ്രാം അല്ലേ, ഒരു പ്രോഗ്രാമാണ്. ഡിസൈൻ ടു ഹെൽപ്പ് ഫൈൻഡ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ കമ്പ്യൂട്ടർ സിസ്റ്റം. എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള ഇൻഫർമേഷൻസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻ അല്ലേ. അപ്പോൾ അത് സാധാരണ രീതിയിൽ എന്താണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ ഇതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഗൂഗിള്, യാഹൂ, പിന്നെന്താണ് MSN സെർച്ച്, ഇതെല്ലാം എന്താണ്? ഇതിന് എക്സാമ്പിൾസാണ്, വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിളാണ്. അടുത്തതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ് അവൈലബിൾ ടു ഗെറ്റ് കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ്. 10ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ്. ഏതൊക്കെയാണ് കണക്ഷൻസ്? നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല വഴികളുണ്ടല്ലേ. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കണക്ഷൻസ്. ഏതൊക്കെയാണ്? ത്രൂ ഡയലപ്പ് കണക്ഷൻ ഉണ്ട്, ത്രൂ ലീസ്ഡ് ലൈൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ത്രൂ ബ്രോഡ്ബാൻഡ് ഉണ്ട് അല്ലേ. അതെന്താണെന്നുള്ളത് നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി നിങ്ങൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. ഇത് ഡേറ്റ എൻട്രിക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. സോ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ നിർത്തുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ ആ ഒരു കാര്യം അറിയിക്കുക. അടുത്ത ദിവസം അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഡേറ്റ എൻട്രി പഠിക്കുക. നമുക്ക് ഡേറ്റ എൻട്രിയുടെ ഒരു 3 ചാപ്റ്റർ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നാളെ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകും. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിർത്തുന്നു. NSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്